ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം: സംസ്ഥാനത്തെ മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും ഇല്ലാതാക്കുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന ഏറ്റവും പുതിയ പദ്ധതി. ഉത്തരം: ഓപ്പറേഷൻ തൂഫാൻ. സ്കൂളുകളിലെയും കോളേജുകളിലെയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി കേരള പോലീസ് നേരത്തെ നടപ്പാക്കിയ പദ്ധതിയുടെ പേര്. ഉത്തരം: യോദ്ധാവ്. കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ്. ഉത്തരം: ഓപ്പറേഷൻ തണ്ടർ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം: ജൂൺ 26. പുകയിലയുടെ ദൂഷ്യഫലങ്ങളിൽ നിന്ന് യുവതലമുറയെ രക്ഷിക്കാനുള്ള പരിപാടി അറിയപ്പെടുന്നത്? ഉത്തരം: പുകയില വിമുക്ത യുവജന ക്യാമ്പയിൻ. ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം: 1987 ഡിസംബർ 7 മുതൽ. ഓപ്പറേഷൻ തൂഫാൻ്റെ 4 പ്രധാന തൂണുകൾ എന്നറിയപ്പെടുന്നത്? തൂഫാൻ സ്ട്രൈക്ക്, തൂഫാൻ വാരിയേഴ്സ്, തൂഫാൻ കെയർ, ജനപങ്കാളിത്തം. സംസ്ഥാന അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകളിലും പ്രധാന പാതകളിലും കർശനമായ റെയ്ഡുകൾ നടത്തി രാസലഹരികൾ കേരളത്തിലേക്ക് കടത്തുന്നത് തടയുന്ന പദ്ധതിയുടെ പേര്. ഉത്തരം: തൂഫാൻ സ്ട്രൈക്ക്. ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെയും യുവാക്കളെയും കണ്ടെത്തി ആരോഗ്യവകുപ്പിൻ്റെ സഹായത്തോടെ കൃത്യമായ കൗൺസിലിംഗും ചികിത്സയും പുനരധിവാസം നൽകുന്ന പദ്ധതിയുടെ പേര്. ഉത്തരം: തൂഫാൻ കെയർ. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത്. ഉത്തരം: കാഞ്ചിയാർ. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം: ശ്രീനാരായണ ഗുരു. ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം: മെയ് 31. ഏത് രാജ്യത്താണ് പുകവലി പൂർണ്ണമായും നിരോധിച്ചത്? ഉത്തരം: ഭൂട്ടാൻ 2004 മുതൽ. 2026 ജൂൺ 2 തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത് എന്ന്? ഉത്തരം: ഏപ്രിൽ 1, 1996 മുതൽ. കോപ്റ്റയുടെ പൂർണ്ണരൂപം? ഉത്തരം: സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരകവും ലഹരി ഉണ്ടാക്കുന്നതുമായ രാസഘടകം ഏത്? ഉത്തരം: നിക്കോട്ടിൻ. ഏതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യദുരന്തം? ഉത്തരം: 1982 വൈപ്പിൻ മദ്യദുരന്തം. മദ്യപാനം മൂലം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുന്ന ആന്തരിക അവയവം? ഉത്തരം: കരൾ. ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നും? ഉത്തരം: മുന്തിരിയിൽ നിന്നും. ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പൊതുപ്രതീകം എന്താണ്? ഉത്തരം: പുതിയ പൂക്കളുള്ള ആഷ്ട്രേകൾ, ആഷ്ട്രേസ് വിത്ത് ഫ്രഷ് ഫ്ലവർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം: ചൈന. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല? ഉത്തരം: കാസർഗോഡ്. കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല? ഉത്തരം: കോട്ടയം. കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ചെടിയിൽ നിന്നാണ്?
ഉത്തരം പോപ്പിച്ചെടിയുടെ കായയിൽ നിന്ന്. മദ്യനിരോധനം കേരളത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ വർഷമേത്? ഉത്തരം 1967. ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കേന്ദ്രങ്ങളെ പറയുന്ന പേര്? ഉത്തരം ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്. കേരളത്തിൽ ലഹരിമരുന്നിൻ്റെ ഉപയോഗത്തിനെതിരെ സ്കൂളുകളിലും കോളേജുകളിലും രൂപീകരിച്ചിട്ടുള്ള വിദ്യാർത്ഥി കൂട്ടായ്മ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വിമുക്തി ക്ലബ്ബ്. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് ലഹരിക്കെതിരെ നടത്തുന്ന സമഗ്ര ബോധവൽക്കരണ മിഷൻ്റെ പേര്? ഉത്തരം വിമുക്തി. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ലഹരി പദാർത്ഥത്തിൻ്റെ രാസനാമം എന്താണ്? ഉത്തരം ഇഥൈൽ ആൽക്കഹോൾ, എത്തനോൾ. പുകയിലയിൽ അടങ്ങിയ മാരക വിഷവസ്തുവായ നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഉത്തരം അഡ്രീനൽ ഗ്രന്ഥി. ഏതു വർഷം മുതലാണ് കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചത്? ഉത്തരം 1999 മുതൽ. കള്ള്, നീര് എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം നീരയിൽ ആൽക്കഹോൾ ഇല്ല. ഏതാണ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു? ഉത്തരം കഫീൻ. കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം എം ലിജു. മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ? ഉത്തരം വധശിക്ഷ. 2026 ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം? ഉത്തരം ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രമേത്? ഉത്തരം പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ്? ഉത്തരം കോഴിക്കോട്. മദ്യദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ്? ഉത്തരം മെഥനോൾ, മിഥൈൽ ആൽക്കഹോൾ. ഇന്ത്യക്കാരിൽ വായിൽ ക്യാൻസർ വരാൻ കാരണമായി പറയുന്നത്? ഉത്തരം വെറ്റില മുറുക്ക്. മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ്? ഉത്തരം ആർട്ടിക്കിൾ 47. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത്? ഉത്തരം നാഗാലാൻഡിലെ ഗരിഫോമ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കറുപ്പ് യുദ്ധം. വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആരാണ്? ഉത്തരം മുഖ്യമന്ത്രി. പുകയിലയുടെ ജന്മദേശമേതാണ്? ഉത്തരം തെക്കേ അമേരിക്ക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ബ്രൗൺ ഷുഗറിൻ്റെ നിറമെന്ത്? ഉത്തരം വെള്ള. പഞ്ചശീലങ്ങളിലൊന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാരാണ്? ഉത്തരം ശ്രീ ബുദ്ധൻ. കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം? ഉത്തരം അമേരിക്ക. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? ഉത്തരം തെയിൻ. ഭർത്താക്കന്മാരുടെ മദ്യപാനം മൂലം മദ്യപന്മാരുടെ ഭാര്യമാർ ഉണ്ടാക്കിയ സംഘടനയുടെ പേര്? ഉത്തരം ആൽ അനോൺ.
ഏതു രാജ്യക്കാരാണ് ആദ്യമായി ഇന്ത്യയിൽ പുകവലി കൊണ്ടുവന്നത്? ഉത്തരം പോർച്ചുഗീസ്. UNODCയുടെ പൂർണ്ണരൂപം? ഉത്തരം യുണൈറ്റഡ് നേഷൻ ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ? ഉത്തരം ഒ സജിത. ഏറ്റവും കൂടുതൽ കഞ്ചാവ് കൃഷിയുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. എക്സൈസ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.